തിരുവനന്തപുരം മേയറും KSRTC ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കം ഏറെ വിവാദം സൃഷ്ടിച്ചതാണ്. സംഭവം നടന്ന് 3 ആഴ്ച പിന്നിട്ടെങ്കിലും കേസും നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ ഡ്രൈവർ യദു അശ്ലീലാംഗ്യം കാണിച്ചെന്ന പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അതിനിടെ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഏപ്രിൽ 28-ന് രാത്രിയിലാണ് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും KSRTC ഡ്രൈവറുമായി വഴിയിൽ വെച്ച് തർക്കമുണ്ടായത്. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതായി മേയർ ആരോപിച്ചിരുന്നു. മേയർ സഞ്ചരിച്ച കാർ ബസ്സിനു കുറുകെ സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. രഹസ്യമൊഴിയെടുക്കണമെന്ന് മ്യൂസിയം പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മേയർ ആര്യ രാജേന്ദ്രൻ മൊഴി നൽകാൻ ഹാജരായത്. മൊഴിയെടുപ്പ് 45 മിനിറ്റ് നീണ്ടു. ഭർത്താവ് സച്ചിൻ ദേവ് MLAയും മേയർക്കൊപ്പം കോടതിയിലെത്തിയിരുന്നു. സംഭവത്തിൽ ബസ് ഡ്രൈവർ യദുവിനെ അന്നു തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ഡ്രൈവറും മേയർക്കെതിരെ പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസ് കേസെടുത്തിരുന്നില്ല. അതിനിടെ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതെ പോയതും വിവാദം സൃഷ്ടിച്ചു. ദൃശ്യങ്ങൾ ഇനിയും കണ്ടെടുക്കാനായിട്ടില്ല. ഇതേ ഡ്രൈവറിൽ നിന്ന് സമാനമായ ദുരനുഭവമുണ്ടായെന്ന് ആരോപിച്ച് ഒരു നടിയും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.